അഴിമതിയുടെ നേർക്കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയാണ് കവളങ്ങാട് പഞ്ചായത്ത് 16-ാം വാർഡിലെ ജനങ്ങൾ. വെറും 5 മാസം മുമ്പ് നിർമ്മിച്ച കുളത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു താഴുകയായിരുന്നു. 45 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതിയിൽ വൻ അഴിമതിയുണ്ടെന്നതിന് തെളിവ് നൽകുകയാണ് ഈ സംഭവം. തകർന്നു വീണ് കിടക്കുന്ന ഈ കൽക്കെട്ട് നിർമ്മിച്ചത് ജനങ്ങളുടെ പണം കൊണ്ടാണെങ്കിൽ അതിന് ഉത്തരവാദികളായവർക്കെതിരെ നിയമ നടപടി എടുക്കേണ്ടതാണ്. പക്ഷേ ആരാണ് അതിന് തയ്യാറാവുക? ആരും തയ്യാറാകില്ല എന്നതാണ് സത്യം. കവളങ്ങാട് പഞ്ചായത്തിലെ 16-ാം വാർഡിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നിർമ്മിച്ചത്. അതും വെറും 5 മാസം മുൻപ്. കുളം നവീകരിച്ച് ചുറ്റും സംരക്ഷണ ഭിത്തി കെട്ടി, ഇവിടെ ടൈൽ പാകി, കൈവരികൾ ഘടിപ്പിച്ചു, നടപ്പാതയും നിർമ്മിച്ചു. ഇതിനു പുറമെ പബ്ലിക് ജിംനേഷ്യവും ശുചിമുറിയും നിർമ്മിച്ചു. ഇതിന്റെ എല്ലാം പിന്നിൽ അഴിമതി എന്ന ഒരു രഹസ്യ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുള്ള തെളിവുകൾ കൺമുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. കൽക്കെട്ട് ഇടിഞ്ഞതോടെ സ്വന്തം വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വഴി ഇല്ലാതായ ഒരു വീട്ടമ്മയെയും ഇവിടെ കാണാൻ കഴിഞ്ഞു. കിളിയേലിൽ വീട്ടിൽ തങ്കമ്മക്കുട്ടി എന്ന വൃദ്ധ വനിത. ഇവർക്ക് ഇനി സ്വന്തം വീടിനുള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അയൽവക്കത്തുള്ളവർ കനിയണം. രാത്രി 4 മണിക്ക് നടക്കാൻ വന്ന ആളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ച് നടന്നു, അത് ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞു. ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നു, വെൽക്കാരിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് ഓടി വന്നു പറഞ്ഞു, ചേച്ചിയുടെ വീടിന്റെ ഫ്രണ്ട് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞു. എന്റെ പൊന്നു സാറേ, ഞങ്ങളുടെ വീട്ടിലേക്ക് കയറാൻ എനിക്ക് യാതൊരു നിർവാഹമില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ആയതുകൊണ്ട് തന്നെ തങ്ങൾക്ക് നേരിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നാണ് പഞ്ചായത്ത് പ്രതിനിധികളുടെ പക്ഷം. എന്നാൽ ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നാണ് 16-ാം വാർഡ് ജനപ്രതിനിധിയായ നൂർജി ഷംസുദ്ദീൻ പറയുന്നത്. തുടർ നടപടി ബാക്കി അത് എന്നാണേലും ഇത് അവർക്ക് വീട്ടിൽ കയറാൻ പാകത്തിനാക്കി ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ സെക്രട്ടറിയും പറഞ്ഞു. ഉദ്ഘാടന മഹാമഹം നടന്ന സമയത്ത് സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഒരുപാട് നേതാക്കന്മാരുടെ പേരുകൾ കാണാനായി. തകർന്നു വീണ കൽക്കെട്ടിന്റെ ഉത്തരവാദിത്തം ഇവരിൽ ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.